ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെണ്ടക്കയും മീനും കൂടി പുളി വെച്ചതാണ്. നമ്മുടെ പാലക്കാട് സൈഡിൽ പറയുന്നൊരു മീൻ പുളിയാണ്, കൂടെ അല്പം വെണ്ടക്കയും കൂടി ചേർത്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 അയില, ചെറിയ അയിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 2 നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞതാ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും പുളി വേണം. ഇനി അതിലേക്ക് ഒരു 10ഓളം ചുവന്നുള്ളി കട്ട് ചെയ്തതും, ഒരു 5 വെള്ളുള്ളി ചെറുതായി കട്ട് ചെയ്തതും, 2 പച്ചമുളക് കട്ട് ചെയ്തതും, ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വെണ്ടയാണ്, ഒരു 4-5 വെണ്ട ചെറുതായിട്ട് നല്ല ഇളയ വെണ്ട ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരല്പം ഉലുവ, ഒരു 1/4 സ്പൂണിൽ താഴെ, അത് ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. അതേ സമയത്ത് അത്രയും തന്നെ കടുകും കൂടി പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഉലുവയും കടുകും നിർബന്ധമായിട്ട് ചേർക്കണം. വെണ്ടയ്ക്കപ്പുളി മീൻ പുളി രണ്ടും കൂടിയുള്ളൊരു മിക്സ് കറിയാണല്ലോ. ഇനി അതിലേക്ക് ചുവന്നുള്ളി കട്ട് ചെയ്തതും വെള്ളുള്ളി കട്ട് ചെയ്തതും പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വെക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഒരു രുചിയായിരിക്കും. ഇപ്പോൾ ഒരു തുള്ളി എണ്ണയും കൂടി ഒഴിച്ച് ഞാൻ ആ വറ്റൽമുളകും കൂടി ഒന്ന് മൊരിയിച്ചെടുത്തു. ഇത് നേരത്തെ ഇടേണ്ടതായിരുന്നു, അത് മറന്നു പോയതാണ്. ഈ സമയമാകുമ്പോൾ നമ്മൾ ആ വെണ്ടയും കൂടി ചേർത്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. വെണ്ട ചേർത്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് ഒരു 1.5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. ഇപ്പോൾ ഇതേപോലെ ആകുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ഒരു തണ്ട് അതിലേക്ക് ചേർത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. ഇനി അതിൻ്റെ ഫ്ലെയിം ഒന്നുകൂടി കുറയ്ക്കുക. എന്നതിന് ശേഷം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കണം. ഒരു 1.25 സ്പൂൺ മല്ലിപ്പൊടി, അപ്പോൾ മല്ലിപ്പൊടിയാണ് ഇതിൽ കൂടുതൽ ഇടേണ്ടത്. ഒരു 3/4 സ്പൂൺ മുളക് പൊടി ചേർക്കാം എരിവിന്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ആ പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും പുളി എന്തായാലും ചേർത്ത് കൊടുക്കണം. നല്ല പുളിയാണ് ഇതിൻ്റെ കറിയുടെ പ്രത്യേക രുചി കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്യുക. ഇനി കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ മഴക്കാലത്തെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ അമ്മമാർ ഇങ്ങനെയാണ് വെക്കുക. എന്ത് മീൻ കിട്ടിയാലും അതിൻ്റെ കൂടെ വെണ്ടയ്ക്കയോ വഴുതനങ്ങയോ വെച്ച് കൂട്ടായി വെക്കും. കാരണം അത്രയും ആളുകൾക്ക് വിളമ്പാൻ വേണ്ടിയാണ്. ഒരു 3 മിനിറ്റോളം ഞാൻ അടച്ചു വെച്ച് തുറന്നു നോക്കി. അപ്പോൾ വെണ്ടയൊക്കെ ഒന്ന് ശരിക്കും വെന്ത് കിട്ടി. ഇനി നമ്മൾക്ക് ആ മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മീൻ ഇതേപോലെ ഒന്ന് കുറച്ച് വരഞ്ഞതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് നമ്മൾക്ക് ഇനി അതിൻ്റെ ഉപ്പൊക്കെ നോക്കണം. അപ്പോൾ ഒരല്പം കൂടി ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു പാകത്തിന്. എന്നതിന് ശേഷം ഒന്നുകൂടി അടച്ച് വയ്ക്കുക. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ഒരു 4 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ 10 അയിലയാണ് നമ്മൾക്ക് കിട്ടിയത്. പാലക്കാട് ഞങ്ങൾക്ക് അയിലയൊന്നും നല്ലത് കിട്ടാറില്ല. അപ്പോൾ അതിൽ 5 എണ്ണം ഞാൻ പൊരിച്ചു കഴിഞ്ഞു. ബാക്കി 5 എണ്ണം നമ്മൾക്ക് വീഡിയോ ഇടാൻ വേണ്ടി വെച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ വന്നാണ്. വെണ്ടയും മീനും പഴയ കാലത്തെ പുളി, അത് നമ്മൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. മീനൊക്കെ ഉള്ളത് നല്ല സെറ്റായി വെന്ത് വന്നിട്ട് 4 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ പുളി നല്ലപോലെ ഒഴിച്ചുകൊണ്ട് തന്നെ അതൊന്ന് നല്ലൊന്ന് മുറുകി കിട്ടും, പെട്ടെന്ന് ഉടഞ്ഞൊന്നും പോവില്ല. അപ്പോൾ വെണ്ടയും ശരിക്കും ഒന്ന് വെന്തു. ഈ സമയത്ത് ഞാനിതിൽ കറിവേപ്പില ചേർത്തിട്ട് ഫ്ലെയിം ഓഫാക്കി. എന്നതിന് ശേഷം ഒരു 1/2 സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തു. ഇനി ആ കറിയൊന്ന് അടച്ചു വയ്ക്കുക. ഒരു 20 മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കുക. അപ്പോൾ പഴയകാല രുചിക്കൂട്ടായ വെണ്ടയ്ക്ക മീൻ പുളി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ അയില മീനല്ല, നമുക്ക് ഉണക്കൽ മീനായാലും നമ്മൾക്ക് ഇതിൽ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ചൂട് ചോറിൻ്റെ കൂടെ അയിലയും വെണ്ടക്കയുടെ കറി മാത്രം മതി. സൂപ്പറായില്ലേ? വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്